വാക്യങ്ങൾ. യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്തെന്നാൽ, മനുഷ്യപുത്ര, കാട്ടിലെ വൃക്ഷങ്ങളുടെ ഇടയിൽ ഒരു ചെടിയായിരിക്കുന്ന മുന്തിരിവള്ളി മറ്റു മരത്തേക്കാൾ എന്തു വിശേഷതയുള്ളൂ? വല്ല പണിക്കും കൊള്ളിപ്പാൻ അതിൽ നിന്നും മരമെടുക്കാമോ? വല്ല സാധനവും തൂക്കിയിടേണ്ടതിനോ അതുകൊണ്ട് ഒരാണി ഉണ്ടാക്കാമോ? അതിനെ തീക്കിരയായി കൊടുക്കുന്നു. നീ അതിന്റെ 2 അറ്റവും ദഹിപ്പിച്ചിരിക്കുന്നു, അതിന്റെ നടുമുറിയും വെന്തിരിക്കുന്നു. ഇനി അത് വല്ല പണിക്കും കൊള്ളുമോ? അത് മുഴുവനായിരുന്നപ്പോൾ തന്നെ ഒരു പണിക്കും കൊള്ളാതെയിരുന്നു. തീ അതിനെ ദഹിപ്പിക്കുകയും അത് ദഹിച്ചു പോകുകയും ചെയ്ത ശേഷം വല്ല പണിക്കും കൊള്ളുമോ? അതുകൊണ്ട് യഹോവയായ കർത്താവ് ഇപ്രകാരം അരുളിച്ചെയ്യുന്നു: കാട്ടിലെ വൃക്ഷങ്ങളിൽ ഞാൻ തീക്കിരയാക്കി കൊടുത്ത മുന്തിരിവള്ളിയെപ്പോലെ ഞാൻ യെരൂശലേം നിവാസികളെയും ആക്കും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കും. അവർ തീയിൽ നിന്ന് പുറപ്പെട്ടിരിക്കുന്നു എങ്കിലും അവർ തീയ്ക്ക് ഇരയായിത്തീരും. ഞാൻ അവർക്ക് വിരോധമായി മുഖം തിരിക്കുമ്പോൾ ഞാൻ യഹോവ എന്ന് നിങ്ങൾ അറിയും. അവർ ദ്രോഹം ചെയ്യുക കൊണ്ട് ഞാൻ ദേശത്തെ ശൂന്യമാക്കുമെന്ന് യഹോവയായ കർത്താവിന്റെ അരുളപ്പാട്.